ഇപ്പൊ കർക്കിടക മാസമാണല്ലോ. ക്ഷമയില്ലാത്ത എനിക്ക് ഭൂമിയോളം ക്ഷമയുള്ള സീതയെ കാണാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ദുബായിൽ തേരാ സൈഡിലൂടെ ഇങ്ങനെ അലഞ്ഞു, കുറച്ച് തുണിയും ബാക്കി സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. ആഗ്രഹം മാത്രമേ ഉള്ളൂ, കയ്യിലൊന്നും ഇല്ലേ. അപ്പൊ പിന്നെ എല്ലാം വാങ്ങിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. വനവാസത്തിലെ സീതയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ അതിനുള്ള സാധന സാമഗ്രികളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കട കിട്ടി. പക്ഷെ കടയിലകത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. നമ്മുടെ രുക്കുബാവേനെയാണ് സീതയാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മൂക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ തുണി വേണ്ടല്ലോ, വീതി വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അത് മടക്കി ഇട്ടിട്ട് നെറുകെ കട്ട് ചെയ്തു. 2 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ നെറുകെ കട്ട് ചെയ്തിട്ട് നീളമാക്കി കൺവേർട്ട് ചെയ്തു. അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിന് ബോർഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 വശവും മടക്കി അടിച്ചതിന് ശേഷം തോളിലിടുന്ന ഭാഗത്തും ബാക്കി 2 സൈഡിലും അങ്ങനെ 3 സൈഡിൽ ഈ ബോർഡർ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സാരി ഓക്കെ ആയി. സാരിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. പൂ കിട്ടി. മുല്ലപ്പൂ മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഹാരമായിട്ട് കഴുത്തിലിടാന്ന് കരുതി. ബ്രഷോ ചന്ദനമാലയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതിൽ ഇടാനായിട്ട്. അതുകൊണ്ട് ചെറിയ റോസാപ്പൂ കെട്ടി കയ്യിൽ കാലിലും കെട്ടി കൊടുക്കാൻ കരുതി. ഇനി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ കണ്ടാലോ. സീതയെ മാത്രം കാണണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ബമ്പർ ഓഫർ കിട്ടിയിട്ടുണ്ട്. രാമനെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അവന്റെ അമ്മ തന്നെ എടുത്ത ഫോട്ടോയാണ്. സൂപ്പർ ആയിട്ടുള്ള ക്യൂട്ട് കപ്പിൾ. ഇത് എഡിറ്റ് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ്. താങ്ക് യു.